Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. നല്ല ചൂട് ചുക്ക് കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുടിച്ചിട്ടേ കുറച്ചു നേരം കടന്നാട്ടോ. അല്ല ചേച്ചി, അമ്മ വരുമോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോവേ? ഇല്ല പൊന്നെ, അമ്മനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അമ്മയും അച്ഛനും അഞ്ജലിയും എല്ലാരും ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അവസ്ഥയിൽ നിനക്ക് ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടേ അവരെന്നെ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രല്ല, ഇവിടെ എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞതല്ലേ. അപ്പൊ നമ്മൾ പോവാണെങ്കിലേ നമുക്കത് നഷ്ടല്ലേ. അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാന്നാ പറഞ്ഞേ. അല്ല, അപ്പോ അഞ്ജലി ചെറിയമ്മയും അമ്മയും അച്ഛനൊക്കെ ഇവിടെ നമ്മളെ കൂടെ നിൽക്കുവോ? അതെ പൊന്നെ, ജയ്സൺ ചേട്ടായി ഇപ്പൊ തന്നെ അവർക്കുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിത്രേ. എന്തായാലും നാളെ രാവിലെ ആവുമ്പഴേ അമ്മ എത്തും കേട്ടോ. ഓ, എപ്പോഴാ ഒന്ന് ആശ്വാസായേ. എന്താന്നറിയില്ല, എനിക്ക് അമ്മനെ കാണാൻ തോന്നുവാ. ഇപ്പത്തെ ഈ നേരത്തെ അമ്മമാരെ കൂടെ ഉണ്ടാവണമെന്ന് എല്ലാരും ആഗ്രഹിക്കത്തുള്ളൂ. കാരണം അമ്മമാരെ അടുത്ത് കിട്ടുന്ന കരുതല് അതൊന്ന് വേറെ തന്നെയാ. എത്രയൊക്കെ ഞങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാലും അമ്മയോളം വരത്തില്ലല്ലോ. ഹേയ്, അങ്ങനൊന്നല്ല ചേച്ചി. അത് പിന്നെ എന്താന്നറിയത്തില്ല, അമ്മനെ കാണാൻ തോന്നി, അതാ. ഓ, അതൊന്നും കുഴപ്പമില്ല പൊന്നെ, ചേച്ചിക്ക് മനസ്സിലാവത്തില്ലേ. അല്ല, മക്കളിപ്പോ ഓക്കെ അല്ലേ? ഇനിയും എന്തൊരു പൊറുതികേടുണ്ടോ? ഹേയ്, ഇല്ല ലച്ചു ചേച്ചി. പക്ഷേ വയറ് വേദനിക്കുന്നുണ്ടല്ലേ? വേദനയ്ക്ക് എന്തായാലും മെഡിസിൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാ ഞാന് ചുക്ക് കാപ്പി ഇട്ട് കൊണ്ടുവന്നേ. ഇത് കുടിക്കട്ടോ. പിന്നെ വീണ അവിടെ ജീരകവെള്ളം ചൂടാക്കുന്നുണ്ട്, അത് ഇടവിട്ട് കുടിക്കേ. പിന്നെ കുറച്ചൊരു നല്ലോണം കടന്നുറങ്ങി റെസ്റ്റ് എടുക്കേ. അപ്പൊ വേദനയ്ക്ക് ആക്കണ്ടാവട്ടോ. ഓക്കെ ചെറിയമ്മേ. ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ചൂടാണേ, കുറച്ച് ആറിയിട്ട് കുടിച്ചട്ടോ. ഞാൻ പോയിട്ടേ ലിസക്കുട്ടീനെ ഒന്ന് ഉറക്കിക്കാട്ടെ. അവള് കുറെ നേരം കരയുന്നേ. ഓക്കെ ലച്ചു ചേച്ചി. ചീറ്റിംഗ് ഈസ് എ ചോയ്സ്, നോട്ട് എ മിസ്റ്റേക്ക്. അത് നീ മനസ്സിലാക്കും മണിക്കുട്ടാ. അല്ല, ഇവൻ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഫുഡ് പോലും കഴിക്കാൻ വന്നില്ലല്ലോ. മണിക്കുട്ട്, വീണേ, നീ ഇതെന്താ ചെയ്യുന്നേ? അവനിപ്പോ നിന്റെ മണിക്കുട്ടനല്ല, അത് നീ ഒന്ന് മനസ്സിലാക്ക്. ഇപ്പൊ ഞാന് അവന്റെ മേലെ കെയറിങ് കാണിച്ച അതൊട്ടും ശരിയുള്ള കാര്യമല്ല. അവനക്കെന്ന് പറഞ്ഞ ഇപ്പൊ വേറെ ലൈഫ് ഉണ്ട്. ഞാൻ ഒരിക്കലും അവന്റെ ലൈഫില് ഒരു കരടായി മാറത്തില്ല. എത്രയൊക്കെ ഞാൻ അവനെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ റിയാലിറ്റി എന്താണോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. വീണേ, വീണ എങ്ങോട്ടേ പോണേ? നിക്കടേ. എന്താ നിനക്ക് വേണ്ടേ? എടേ, എന്താടേ നീ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നാ? നിന്നോട് ഞാൻ നേരത്തെ തന്നെ എല്ലാ കാര്യം പറഞ്ഞതാണല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കുന്നേ? വീണേ പ്ലീസ്, നീ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് എന്നെ ഇങ്ങനെ കുത്തി നോപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സില് നിനക്കല്ലാതെ വേറെ ആർക്കും. മണിക്കുട്ട ഒന്ന് നിർത്തേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. നോർമലായിട്ട് സംസാരിക്കാണ്ടെങ്കിൽ മാത്രം എന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നാ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാനേ വരണ്ട. അതാ നിനക്കും എനിക്കും നല്ലത്. നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നീ ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ലെന്നേ. ഞാനെന്തോ അപ്പൊ നേരത്തെ ദേഷ്യത്തില് നീ പറഞ്ഞതാന്ന് വിചാരിച്ച. അതുകൊണ്ടാ ഞാൻ പിന്നീട് നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരാതിരുന്നേ. ഇപ്പൊ ഈ നിമിഷം വരെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാ ഞാൻ അവിടെ നിൽക്കുന്ന അറിയോ. പിന്നെ നീ ഇങ്ങനൊക്കെ പറഞ്ഞാൽ എങ്ങനെ? അല്ല, മറ്റാരെക്കാട്ടും എന്നെ എപ്പോഴും മനസ്സിലാക്കി കൂടെ നിന്നിട്ടുള്ളത് നീയല്ലേ, നീ മാത്രല്ലേ. പിന്നെ ഈ കാര്യത്തിൽ മാത്രം നിനക്കെന്താ ഞാൻ പറയണത്? എന്നാ നീ ഇതും കൂടെ മനസ്സിലാക്ക്. നീ പറഞ്ഞില്ലേ എന്നെ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മാത്രമാണ്. എന്നാ ഇനി അങ്ങോട്ട് എന്റെ ലൈഫിൽ അങ്ങനെ ഒരു റോള് നിനക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അത് നീ ഒന്ന് മനസ്സിലാക്ക്. എടി വീണ, നീ ഇങ്ങനൊന്നും പറയലേടി. എനിക്കത് ഹേർട്ട് ആവുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് ഹേർട്ട് ആവാൻ ഞാൻ നിന്റെ ആരാ? വീണേ, എടി ഞാൻ നിന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം. ഞാൻ പറയണമെന്ന് വിശ്വസിക്കേ. നീ അല്ലാതെ എന്റെ മനസ്സിൽ ആരുമില്ല. വൈകി എന്റെ പാസ്റ്റാ, അവളൊരു പാസ്റ്റ് മാത്രം. ഞാൻ ഇത്രയും കാര്യം നിന്നോട് പറഞ്ഞിട്ടും നിനക്ക് എന്താ എന്നെ മനസ്സിലാവാത്തെ? ഞാൻ പറയണമെന്ന് മനസ്സിലാക്കടേ. എന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല വീണേ. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ശരിക്കും ഞാനാണ് തെറ്റുകാരി. നീ എന്താന്ന് വെച്ചാ എന്റെ കാല് പിടിക്കാന്ന് പറയുന്നത്. അവളെന്താന്ന് വെച്ചാ എന്റെ കാല് പിടിച്ച് നിന്നെ വിട്ടു തരുന്ന് വെക്കുന്നേ. നിങ്ങൾ രണ്ടര ഇടയിൽ പെട്ട് പെടാപ്പെടപ്പെടുന്നത് ഞാനാ, ഞാൻ മാത്രം. എന്റെ ഫീലിങ്സും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്ക്.
5 minutes later. എന്തിനങ്ങനെ കരയുന്നേ? പൈങ്കിളി, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ കൺമുന്നിൽ നിന്ന് മോങ്ങിയോണ്ട് കണ്ട് എണീച്ചു പൊയ്ക്കാ. അതാ നിനക്ക് നല്ലത്. എന്നാ പറ, എന്തായാലും എല്ലാരും വായന കേൾക്കുന്നുണ്ട്. നിന്റെ വായനം കൂടെ ആയിക്കോട്ടെ. എന്റെ മക്കൾക്ക് പറയാനുള്ളത് പറയുന്നേ. ദുർഭാഗ്യല്ലേ? അത് നീ പറഞ്ഞ സത്യ. ഞാനേ ശരിയായിരുന്നെങ്കിൽ നീ ഇങ്ങനൊരു വാക്ക് പറയോ? എല്ലാം എന്റെ മിസ്റ്റേക്കാ. ഞാൻ ശരിക്കും നല്ലൊരു ചേട്ടനും അല്ല, വീണയ്ക്ക് പറ്റിയ നല്ലൊരു പാർട്ട്ണറും അല്ല. പക്ഷെ പൈങ്കിളി, നീ അവസാനം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഞാന് വീണന് ഫേക്കായിട്ട് സ്നേഹിച്ചെന്ന്. അതൊരിക്കലും അല്ല. എന്റെ മനസ്സില് അന്നും ഇന്നും ഇനി എന്നും വീണ മാത്ര. അത് എനിക്ക് ആരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഒരു കാര്യം, വീണ എന്നെ മനസ്സിലാക്കാതിരുന്നത് പോലും എനിക്കിത്ര വേദനിച്ചില്ല. നീ പറഞ്ഞല്ലോ, എടേ നീ എനിക്ക് എങ്ങനെയാടേ? ആരെക്കാട്ടും നീ എന്റെ കൂടെ തന്നെയല്ലേ? ജനിച്ച അന്ന് മുതലേ നീ ഞാൻ ഒപ്പരം തന്നെയല്ലേ? പിന്നെ നീ എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ വേറെ ആരെന്നെ മനസ്സിലാക്കാനാ? പൈങ്കിളി, നീയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. നിന്റെ ചേട്ടന് ആരും പറ്റിച്ചിട്ടില്ലടേ. എന്റെ മനസ്സിലൊരാൾക്ക് സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ അതെന്റെ വീണയ്ക്കായിരുന്നു, അവക്ക് മാത്രമായിരുന്നു. പിന്നെ വൈകേണ്ട കാര്യം നിനക്കെന്നെ അറിയാം. ഞാനായിട്ട് പോയിട്ട് അവളോട് ഇഷ്ടം പറഞ്ഞതോ അല്ലെങ്കിൽ ഞാനായിട്ട് തേടി കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവളാ വീണനോട് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് വീണനോട് പറഞ്ഞയച്ചേ. അങ്ങനെ അന്ന് ആ ഒരു പ്രായത്തില് എനിക്ക് തോന്നിയപ്പം അതും ഞാൻ വീണനായിട്ട് ഫ്രണ്ട്സായി മാത്രം നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത കാര്യാ എന്ന് എന്റെ മനസ്സില് വീണയാണെന്ന് അറിഞ്ഞോ. അതിനുശേഷം ഒരു പെണ്ണിനെ പോലും ഞാൻ എന്റെ മനസ്സാ വാച ഒന്ന് നോക്കാൻ പോലും നിന്നിട്ടില്ല. പക്ഷേ വീണ ഇതൊന്നും മനസ്സിലാക്കാതെ അവൾ എന്തൊക്കെയാ പറയണെന്ന് അറിയോ? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. വൈകപ്പോട് വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം മുതല് എല്ലാ കാര്യവും ഞാൻ വീണനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എനിക്ക് അവളെ നിർബന്ധിച്ച് എന്നെ മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ നല്ലവണ്ണൊന്നും ബോധിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. അവളെ മനസ്സിൽ ഞാൻ ദുഷ്ടനാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ.
ദേ നീ ആദ്യം ഇങ്ങനെ കരയണ നിർത്ത്. കരയല്ലടേ. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാൻ അവളെ സ്നേഹിച്ചതേ ആത്മാർത്ഥായിട്ടാ. അത് എന്റെ മനസ്സിനറിയാം. അത് എന്റെ മനസ്സിന് മാത്രം അറിഞ്ഞാ മതി. എന്നെങ്കിലും ഒരു ദിവസം അവക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വരട്ടെ. അല്ലാതെ ഇനി ഞാൻ അവളെ ഡിസ്റ്റർബ് ചെയ്യാനോ അവളെ വെറുപ്പിക്കാനോ അവളെ ശല്യം ചെയ്യാനോ ഒന്നിനും പോകുന്നതായിട്ടില്ല. പിന്നെ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളോട് പോയി വിളമ്പാനോ നിക്കണ്ട. മനസ്സിലായോ? അത് കരുതി വീണനോട് മോന്ത കറുപ്പിക്കേ, അവളോട് പഴയ പോലെ മിണ്ടാതിരിക്കേ ഒന്നും ചെയ്യരുത്. അവൾ എപ്പോഴും നിന്റെ വീണേച്ചാ. അത് നീ മറക്കണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ മിണ്ടാതിരുന്നാച്ചാ മതി. പിന്നെ ഡെയിലി കൈ പിടിച്ച് നടക്കണം, സ്നേഹിച്ച് നടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം ചിരിച്ച് സംസാരിച്ചാലേ മനസ്സിലുള്ള സ്നേഹം നിലനിൽക്കുന്നൊന്നുമില്ല. രണ്ടുപേരും മനസ്സറിഞ്ഞ സ്നേഹിച്ചതെങ്കിൽ ഒരു മൗനം കൊണ്ട് പോലും അവരെ വേർപെടുത്താൻ കഴിയൂലെന്നാ. അങ്ങനെ ഞാൻ എന്റെ വീടിനെ സ്നേഹിക്കുന്നുണ്ട്. അവളും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാ. അവൾ എന്തെങ്കിലും എന്നെ മനസ്സിലാക്കും. അതുവരെ ഞാൻ അവളെ വെയിറ്റ് ചെയ്യും. എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല. അതില് ഈ വൈകാന്നല്ല. ഇനി ആര് വന്നാലും വീണ മണിക്കുട്ടനുള്ളതാ, മണിക്കുട്ടൻ വീണയ്ക്കുള്ളതാ. ഇത് എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ച കാര്യാ. അതിലിപ്പോ ഒരു വൈകല്ല, 100 വൈക വന്നിട്ടും ഒരു കാര്യമില്ല. ആ കിടു, അത് വിശപ്പില്ല, അതാ. ഹേയ്, അത് ഒന്നുമില്ല. കിടു ചേച്ചി, അല്ല നീ കഴിച്ചായിരുന്നോ? അത് നമ്മളെ തമ്പു ചേച്ചിക്ക് വയ്യാതിരിക്കുവല്ലേ, അതാ ചേച്ചിക്ക് വേണ്ടിട്ടേ ഓരോന്നും ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. തമ്പു ചേച്ചിയും ചേച്ചിയൊക്കെ കഴിച്ചായിരുന്നു. കിടു സോറി കേട്ടോ, ചേച്ചിക്ക് ഈ അടുത്തായിട്ട് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് തമ്പു ചേച്ചി വയ്യാണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ലിസക്കുട്ടിക്ക് പനി പിടിച്ചിട്ടെ ആ കൂടെ ലച്ചി ചേച്ചി പാടുപെടുവാ. അതാട്ടോ, വേറൊന്നും വിചാരിക്കില്ലേ. അല്ല, ഇയാളെന്തേ കഴിക്കാഞ്ഞേ? കഴിച്ചില്ലാന്നോ? ഞാൻ കഴിച്ചല്ലോ. കിടു, താട്ടൻ നേരത്തെ നിനക്കൊരു ബോൾ എടുത്തന്നില്ലേ, അതൊന്നും എടുത്തോണ്ട് വരുവോ? ചെല്ലെ, നോക്കി പോണേ. വീണേ, ഒരു മിനിറ്റ്. എന്താ? അത് പിന്നെ നീ എന്തേ ഫുഡ് കഴിക്കാഞ്ഞേ? ഞാൻ കഴിച്ചല്ലോ, പിന്നെന്താ? ഇയാള് കള്ളം പറയാന്ന് ഇയാൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. പിന്നെന്തിനാ എങ്ങനെ കള്ളം പറയുന്നേ? അത് എനിക്ക് വിശപ്പില്ല, കുറച്ചു കഴിഞ്ഞ് കഴിക്കും. അല്ല, ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ആളോട് കാണിച്ചാ പോരെ, എന്തിനാ ഇങ്ങനെ ഫുഡില് കാണിക്കുന്നേ? എനിക്ക് ആരോടും ദേഷ്യമില്ല. അത് എനിക്ക് വിശന്നില്ല. ഒന്നാമത് എന്റെ അനിയത്തിക്ക് വയ്യാണ്ടിരിക്കുക, അതാ, വേറൊന്നല്ല. ശരിക്കും? അല്ല, ഞാനിപ്പോ കഴിച്ചാലോ കഴിച്ചില്ലെങ്കിലോ ഇയാൾക്കെന്താ? ഇയാൾ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? അല്ല, നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്റെ എനിമി ആയിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഫസ്റ്റ് ദിവസം എന്തോ നമ്മൾ തമ്മിൽ അങ്ങ് ഒത്തില്ല. അത് കരുതി എപ്പോഴും അതെന്നെ മനസ്സിൽ വെച്ച് ബിഹേവ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. എനിക്ക് ഇയാള് കഴിക്കാണ്ടിരിക്കണ കണ്ടപ്പം എന്തോ തോന്നി, അതാ ചോദിച്ചേ. പിന്നെ എപ്പോഴും ഒരു കാര്യം മനസ്സിൽ വെച്ചോ, നമുക്ക് ആരോട് എന്ത് ദേഷ്യവും സങ്കടം ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് മനുഷ്യന്മാരോടാ, അല്ലാതെ ആഹാരത്തിലല്ല. ഓ ആയിക്കോട്ടെ, ഉപദേശത്തിന് ഒരുപാട് നന്ദി. എന്നാ ഞാനങ്ങ് പോയിക്കോട്ടെ. അട എന്നാ അഴക്! അഴക് ദേവതല്ലേ ആ വന്നോണ്ടിരിക്കുന്നേ. എന്താ ചെയ്യാ മച്ചാ, ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? ഓ ഒന്നുമില്ലടാ, കുറച്ചേരം മിണ്ടാതിരിക്കേ. പ്രണയ അസ്ഥിക്ക് പിടിച്ചാലേ ഇങ്ങനെയായിരിക്കും അല്ലേ? എന്റെ അമ്മോ, എന്നാലും ഗോതമ്പേട്ടായി നല്ല കേറിങ്ങാ. ഒരു ചെറിയ വയറുവേദന വന്നേനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കണേ. അത് ഉണ്ണിമോളെ, നീ തമ്പുരനെ നോക്കി വന്നിട്ട് അപ്ഡേറ്റ് തരാന്ന് പറഞ്ഞായിരുന്നല്ലോ. അതാ
നിന്റെ അപ്ഡേറ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു. അല്ല അവക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? അത് പിന്നെ ഗോതമ്പ് ബ്രോ പേടിക്കാൻ മാത്രമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അവളിപ്പോ ഓക്കെയാ. ഉണ്ണിമോളെ നല്ലോണം നോക്കിയല്ലേ? അവള് ഓക്കെ അല്ലേ? അല്ല എന്താ അവക്ക് പെട്ടെന്ന് വരവാൻ വരാൻ കാരണം? എന്തേ ഫുഡ് എന്തെങ്കിലും കഴിച്ചത് പറ്റിയില്ലേ? അല്ലെങ്കിൽ ബ്രോ പേടിക്കാൻ മാത്രം ഒന്നും തന്നെ ഇല്ല ബ്രോ, അത് സ്വാഭാവിക. ഉണ്ണിമോളെ എന്താ ഉണ്ണിമോളെ ഇങ്ങനെ പറയുന്നേ? അപ്പൊ അവക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണോ? അല്ല അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിച്ചൂടെ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന വരുന്നത് ചിലപ്പോ ഹെൽത്തിന് എന്തെങ്കിലും. അയ്യോ ബ്രോ പേടിക്കാൻ മാത്രം ഒന്നും തന്നെ ഇല്ലെന്നേ. മച്ചു ചില്ലാക്കി വിട്. അവളെന്നെ അങ്ങ് കൂളായിട്ടല്ലേ പറയുന്നേ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഉണ്ണിമോളെ നീ എന്താ ഇത് സീരിയസ് ആയിട്ട് കാണാത്തെ? നീ എന്തെങ്ങനെ ചിരിക്കുന്നേ? നിന്റെ ഫ്രണ്ട് എന്റെ കാന്താരിക്ക് വയ്യാണ്ടിരിക്കുവോ? അപ്പൊ പിന്നെ ഇങ്ങനെ ഈ ഗോതമ്പ് ബ്രോനെ കൊണ്ട് ബ്രോ അതൊന്നും അവൾക്ക് ഒരു കുഴപ്പമില്ല, അതൊക്കെ നോർമലാ. അവള് ഓക്കെ ആന്നേ. നോർമൽ എന്ന് പറഞ്ഞാ അല്ല അപ്പൊ അവക്ക് വയറുവേദന ഇല്ലേ? മാറിയോ? അത് പിന്നെ ബ്രോ അത് മാറിയിട്ടില്ല, പക്ഷേ ഓക്കെ ആയിട്ടുള്ള വയറുവേദനയാ. ഷോ എന്തത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല അവക്കപ്പോ എന്ത് പറ്റിയതാ? വല്ല ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷനോ അതല്ലാന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ ബ്രോ ഇതൊന്നല്ല. ഇത് അവക്ക് തമ്പരു അത് പിന്നെ ബ്രോ അവള് ഓക്കെയാ. ഇത് ഓക്കെ ആയിട്ടുള്ള കാര്യാ. അതായത് അവക്ക് കുഴപ്പമൊന്നുമില്ല, അവളിപ്പോ ഓക്കെയാണ്. ഇത് നോർമലായിട്ട് വരുന്നൊരു വയറുവേദനയാ. ഓ ഓക്കെ. അല്ല ഉണ്ണിമോളെ പിന്നെ ഉണ്ണിമോളെ എന്നാ നീ ചെല്ലേ. രാജദ്രോഹി. ഉണ്ണിമോളെ എന്നാ നീ ചെല്ലേ, പോയി തമ്പുരിന്റെ കൂടെ തന്നെ ഇരിക്കട്ടോ. നീ ഉണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യില്ലേ? ഓക്കെ ബ്രോ. പോവാതെ നീ പോണോൾ ഞാൻ കരയും. മതി അവൾ അപ്പുറത്തെ കണ്ടത്തിലെത്തി. അച്ചോ ഇതൊക്കെ ഫോളാട്ടോ. നിങ്ങളെ ഫോറസ്റ്റിൽ മാത്രം അങ്ങ് ആഴത്തിൽ പ്രണയമഴ പെയ്യുവാ. എന്റെ ഫോറസ്റ്റില് ഒരു ചാറ്റൽ മഴ പോലും പെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് പെയ്ക്കാം. അതിനു മുന്നേ എനിക്ക് അർജന്റായിട്ട് ഒരു കട വരെ പോണം. നീ ഒന്ന് കൂടെ വാ. കടയിൽ പോവാനോ? അല്ല ഇത് നമ്മളെ നാടല്ലല്ലോ, പിന്നെ ഇവിടെ ഏത് കട അറിയാന്നാ? അല്ല കടയ്ക്ക് പന്തിനെ പോന്നേ. അതൊക്കെ ഉണ്ട്, നീ ഒന്ന് വാ. ഓ ബോറടിച്ചിട്ടായിരിക്കും അല്ലേ? സെയിം പിച്ച്. എനിക്ക് ഇവിടെ നിന്നിട്ട് അങ്ങ് ബോറടിക്കുവാ. എന്നാ പിന്നെ ഒരു ഔട്ടിംഗ് ഒക്കെ പോയി വരാലോ. നടക്ക്. 5 minutes later. ഷെടാ ഏത് ഫ്ലോറിലായിരിക്കും? മച്ചു വാട്ട് ഈസ് ദിസ്? വാക്കിങ്ങിന് ഇറങ്ങി നമ്മളിപ്പോ ഷോപ്പിന് എത്തിയല്ലോ. എന്തുവാ കാര്യം? അതൊക്കെ പറയാടാ, നീ ആദ്യം വാ. എനിക്ക് മനസ്സിലായേ, നിങ്ങളെ ലവ് ഫോറസ്റ്റില് ഇപ്പോ ഗ്രീൻ സിഗ്നൽ അല്ലയോ? അപ്പൊ പിന്നെ പ്രൊപ്പോസലും ഗിഫ്റ്റ് ഷെയറിങ്ങും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഏതൊക്കെ കണ്ടു നിൽക്കാനേ നമുക്ക് ഭാഗ്യമുള്ളൂ. അവിടെ ഉണ്ടാവും. എന്ത്? അല്ല